എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിജയിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്, തോൽക്കാൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം വിജയവും തോൽവിയും ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് പോകുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ ഒരാളുടെ മനുഷ്യായുസ്സിൽ ജയം മാത്രമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല, ഇടയ്ക്ക് തോൽവികളും വരും. എന്നാൽ ഈ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ മുതൽ തന്നെ എല്ലാ ക്ലാസ്സിലും മുന്നിൽ നിൽക്കുന്ന, ഒരു തോൽവിയും അറിയാതെ വളരുന്ന കുട്ടികൾ അവർ വലുതാകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ജീവിതത്തിൽ തിരിച്ചടിയോ അല്ലെങ്കിൽ പരീക്ഷകളിൽ ഒരു തിരിച്ചടിയോ വന്നു കഴിഞ്ഞാൽ ജീവൻ തന്നെ വെടിയുന്ന രീതി കാണുന്നുണ്ട്. അത് കുട്ടികൾ മാത്രമല്ല, വലിയ പ്രശസ്തരായിട്ടുള്ളവർ പോലും ചെയ്യുന്നുണ്ട്. അതെന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പരാജയത്തെ കണ്ടിട്ടില്ല ഇതുവരെ. പരാജയം എങ്ങനെ നേരിടണം, അതായത് തോൽവിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിനും തോൽക്കാനും ഒരു പരിശീലനം വേണം എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ പ്രധാന പോയിൻ്റ്. അതായത് നമ്മൾ പല എക്സാമ്പിളും കാണുന്നതാണ്. ഏറ്റവും മിടുക്കരായിട്ടുള്ള IIT-യിലും മറ്റും പഠിച്ചിട്ട് ഒരുപാട് പേര് പരീക്ഷാ പരാജയങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അതുപോലെ വലിയ മെഡിക്കൽ കോളേജിൽ, പ്രശസ്ത മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചിട്ട് അവിടെയും മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ തോൽവി സംഭവിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് താങ്ങാൻ വയ്യാതെ ജീവൻ വെടിയുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള പരാജയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് പണ്ട് കാലത്തെ മുനിമാർ അല്ലെങ്കിൽ സന്യാസിമാർ അല്ലെങ്കിൽ യോഗികൾ ഇവരൊക്കെ പലപ്പോഴായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു പണ്ട് തന്നെ. കാരണം അവർക്ക് ഈ കുട്ടികൾ ആശ്രമത്തിൽ വന്ന് പഠിക്കുന്ന സമയത്ത്, അതായത് ഗുരുകുല സമ്പ്രദായമായിരുന്നു പണ്ട്. അപ്പോൾ ഒരു നിശ്ചിത കാലം വരെ, വർഷങ്ങളോളം, ചിലപ്പോൾ 10 വർഷമായിരിക്കും, ചിലപ്പോൾ 5 വർഷമായിരിക്കും, ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയം അത്രയും ഈ കുട്ടികൾ പഠിക്കുമ്പോൾ അവരെ പരാജയപ്പെടാനും പഠിപ്പിക്കുമായിരുന്നു. അതായത് തോൽവികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും വളരെ വിദഗ്ധമായിട്ട് അന്നത്തെ ഒരു ശാസ്ത്രീയ വീക്ഷണത്തോടെ അവർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാശിയിൽ, അതായത് ഉത്തരകാശിയിൽ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ആ ആശ്രമത്തിലെ സന്യാസി വര്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിന് 10 കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കുറേ വർഷങ്ങൾ ഇവർ പഠിച്ചു. പല രീതിയിൽ ഇവർ മിടുക്കരാണ്, എന്നാൽ പല കാര്യത്തിൽ ഇവർ മത്സരിക്കുന്നുണ്ട്. പലർക്കും തോൽവികൾ താങ്ങാനാവുന്നില്ല. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഒരു 30 ദിവസത്തേക്ക് ഒരു പ്രത്യേക കാര്യം ചെയ്യാനായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചു. അതായത് 30 ദിവസത്തേക്ക് 30 തരം കാര്യങ്ങൾ ഈ 10 കുട്ടികളും പൂർത്തിയാക്കണം. ഒരു ദിവസം ഈ ആശ്രമത്തിന് വേണ്ടി അവിടെ കന്നുകാലികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പുല്ലി എത്തിക്കൊണ്ട് വരാനായിരിക്കും. അല്ലെങ്കിൽ അടുത്ത ഒരു ദിവസം മാവിൽ കയറി മാങ്ങ പറിച്ചുകൊണ്ട് വരണമെന്നായിരിക്കും. അടുത്ത ദിവസം ചുമട് ചുമക്കണം. അടുത്ത ദിവസം ചന്തയിൽ പോകണമെന്നായിരിക്കും. പിന്നെ പാചകം, കുതിരസവാരി, നീന്തൽ, അതുപോലെ സംസ്കൃതത്തിൻ്റെ ശ്ലോകം കാണാപ്പാഠം പഠിക്കുക, ഇങ്ങനെ അതുപോലെ ദാനധർമ്മം, ഇങ്ങനെ പലതരം കാര്യങ്ങൾ ഇവരോട് പറഞ്ഞിട്ട് തന്നെ ഒരു പരീക്ഷണം പോലെ തന്നെ ഈ 30 ദിവസവും തുടർച്ചയായിട്ട് നടത്തി ഈ 10 പേർക്ക്. എന്നിട്ട് ഈ 30 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ദിവസം എല്ലാവരെയും വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ 30 ദിവസത്തെ പല വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിങ്ങൾ ഒന്നാമതായത് ആരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ കാര്യം അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പനയോലയിൽ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യം ചോദിച്ചപ്പോൾ നീന്തലിൽ ഒന്നാമൻ വന്നവൻ അടുത്ത പുല്ല് പറിക്കാനായിട്ട് പോയപ്പോൾ അവൻ അത്രയും മിടുക്ക് കാണിച്ചില്ല, അവൻ താഴെ പോയി, അവൻ തോറ്റുപോയി, അല്ലെങ്കിൽ അവൻ പിറകിലായിപ്പോയി. പിന്നെ പാചകത്തിന് കയറിയ ആൾ ഇവരിൽ ആരും ആയിരുന്നില്ല, വേറൊരാളായിരുന്നു ഒന്നാമത് വന്നത്. ബാക്കിയുള്ളവർക്ക് പാചകത്തിൽ വളരെ പ്രാവീണ്യം കുറവായിരുന്നു. അങ്ങനെ പലതരം കാര്യങ്ങളിൽ പലരായിരുന്നു ശോഭിച്ചത്, ഒന്നാമത് വന്നത്. അപ്പോൾ ഈ 30 ദിവസത്തിൽ ഈ 10 പേരിൽ 10 പേരും പല അവസരങ്ങളിലായിട്ട് മുന്നിൽ വന്നു. ബാക്കിയുള്ളപ്പോഴോ എല്ലാം പിറകിലും വന്നു. അപ്പോൾ ഈ ഗുരു വലിയ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അവിടെ അവതരിപ്പിച്ചു. അതായത് നിങ്ങൾ പല അവസരങ്ങളിലും നിങ്ങൾ കഴിവ് കൂടിയ കാര്യങ്ങളിൽ നിങ്ങൾ ഒന്നാമത് വന്നപ്പോൾ നിങ്ങളുടെ കഴിവ് കുറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ തോറ്റുപോയി അല്ലെങ്കിൽ
10ാമതായി അല്ലെങ്കിൽ ഏറ്റവും കുറവ് വന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കഴിവ് കൂടുതലാണ്, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കഴിവ് കുറവാണ്. വിജയം വന്നപ്പോൾ നിങ്ങൾ സന്തോഷിച്ച പോലെ തന്നെ പരാജയം വന്നപ്പോൾ വല്ലാതെ വിഷമിച്ചു. അതുപോരാ. അതായത് പരാജയവും വിജയവും ഒരുപോലെ സമഭാവനയോടെ നോക്കിക്കാണാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ജീവിതം നല്ലതുപോലെ ജീവിച്ച് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് എല്ലായിടത്തും വിജയിക്കണം എന്നുള്ള വാശി കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്. ചിലയിടത്തൊക്കെ പരാജയം വരും, അതിനെയും സമഭാവനയോടെ ഉൾക്കൊള്ളണം, വിജയത്തെയും സമഭാവനയോടെ ഉൾക്കൊള്ളണം. ഓക്കെ.